ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യുവജനങ്ങളാണ് ഇന്ത്യയുടെ ശക്തിയെന്നും യുവശക്തി രാജ്യത്തെ സമസ്ത മേഖലകളെയും വികസനത്തിലേക്ക് നയിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമായ അടൽ സേതുവിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി മുംബൈയിൽ നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര നാളെ പന്തളത്ത് നിന്നും പുറപ്പെടും. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മാനദണ്ഡമാക്കിയായിരിക്കും അടുത്ത വർഷം മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് അനുവദിക്കുകയെന്ന് മന്ത്രി എം പി രാജേഷ്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ഇന്ന് ഖത്തറിൽ തുടക്കം. ആദ്യ മത്സരം ഖത്തറും ലബനോനും തമ്മിൽ. വാർത്തകൾ വിശദമായി. യുവജനങ്ങളാണ് ഇന്ത്യയുടെ ശക്തിയെന്നും യുവശക്തി രാജ്യത്തെ സമസ്ത മേഖലകളെയും വികസനത്തിലേക്ക് നയിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച 27ാമത് ദേശീയ യുവജനോത്സവം നാസിക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായും 3ാമത്തെ സ്റ്റാർട്ടപ്പ് വ്യവസ്ഥയായും ഇന്ത്യ മാറിയിരിക്കുന്നത് യുവജന ശക്തിയിലൂടെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 30,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് മഹാരാഷ്ട്രയിൽ തുടക്കം കുറിച്ചു. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമായ അടൽ സേതു അദ്ദേഹം മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റേൺ ഫ്രീവേ ഓറഞ്ച് ഗേറ്റിനെ മറൈൻ ഡ്രൈവുമായി ബന്ധിപ്പിക്കുന്ന അടിപ്പാതയ്ക്ക് പ്രധാനമന്ത്രി നവി മുംബൈയിൽ തറക്കല്ലിട്ടു. പാൽഘർ താനെ കുടിവെള്ള പദ്ധതിയും 2,000 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളും അദ്ദേഹം നാടിന് സമർപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിലെ ഇലകമൺ, ഇടവ പഞ്ചായത്തുകളിലെ പര്യടനത്തോടെ ഗ്രാമീണ മേഖലകളിലെ യാത്ര ഇന്ന് സമാപിച്ചു. നഗരപര്യടനം പാളയം, പേരൂർക്കട എന്നിവിടങ്ങളിലാണ് നടന്നത്. കൊല്ലം നഗരത്തിൽ ലിങ്ക് റോഡിലായിരുന്നു ഇന്നത്തെ പര്യടനം. പിണറായി പഞ്ചായത്തിലെ സ്വീകരണത്തോടെ കണ്ണൂർ ജില്ലയിൽ ഗ്രാമീണ മേഖലയിലെ പര്യടനത്തിന് ഇന്ന് സമാപനമായി. കോട്ടയം ജില്ലയിൽ ഇന്ന് ഐമനം, വിജയപുരം ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു യാത്ര എത്തിയത്. എറണാകുളം ജില്ലയിൽ ചിറ്റാട്ടുകരയിലും ഏഴിക്കര ഗ്രാമപഞ്ചായത്തിലും ഇന്ന് പര്യടനം നടന്നു. നഗരപ്രദേശത്ത് കോതമംഗലത്തും മൂവാറ്റുപുഴയിലുമായിരുന്നു യാത്ര. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് മാങ്കാവ്, മെഡിക്കൽ കോളേജ്, കൊടുവള്ളി ടൌൺ, വാവാട് എന്നിവിടങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ യാത്ര നടന്നു. തൃശൂർ ജില്ലയിൽ പാലസ് ഗ്രൌണ്ട്, വടക്കേ സ്റ്റാൻഡ്, ശക്തൻ നഗർ എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം. മലപ്പുറത്ത് നിലമ്പൂർ നഗരസഭയിലെ 2 കേന്ദ്രങ്ങളിലാണ് യാത്ര ഇന്നെത്തിയത്. വികസിത് ഭാരത് സങ്കല്പ യാത്രയിലൂടെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ മികച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കൊല്ലം ജില്ലയിൽ PM ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സൌജന്യ പാചകവാതക കണക്ഷൻ ലഭിച്ച വീട്ടമ്മ ശ്യാമ തന്റെ അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. എന്റെ പേര് ശ്യാമ. ഞാൻ പരവൂർ കുഞ്ചിറക്കോത്താണ് താമസിക്കുന്നത്. ഇത്ര നാളും വിറകടുപ്പായിരുന്നു വെച്ചിട്ടിരുന്നത്. അപ്പോഴത്തന്നെ എന്റെ ഇളയൊക്കെ ഭയങ്കര ശ്വാസം മുട്ടിലായിരുന്നു. പുക കിടക്കുമ്പോൾ എപ്പോഴും അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു. കഫക്കെട്ടും ശ്വാസം മുട്ടൊക്കെ കൂടി എപ്പോഴും ഡോക്ടർ പറയുമായിരുന്നു പുക അടിച്ചുകൊണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേനാണ് നരേന്ദ്രമോദി സാറിന്റെ ഈ ഒരു പദ്ധതി അറിഞ്ഞത്. ഞങ്ങൾ അങ്ങനെ റേഷൻ കാർഡ് എടുത്തപ്പോൾ തന്നെ BPL കിട്ടി. അങ്ങനെ തന്നെ അപേക്ഷ കൊടുക്കുകയും ഇപ്പം കിട്ടുകയും ചെയ്തു. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാമുഖ്യം നൽകണമെന്ന് മന്ത്രി എം പി രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മലപ്പുറം ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മാനദണ്ഡമാക്കിയായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് അനുവദിക്കുക. കൂടാതെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വരാജ് ട്രോഫി നൽകുന്നതിനുള്ള മാനദണ്ഡത്തിലും മാലിന്യ സംസ്കരണ പദ്ധതി പുരോഗതിക്ക് മുന്തിയ പരിഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ശ്രുതിതരംഗം പദ്ധതി പാളിയെന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി പദ്ധതി ഏറ്റെടുത്തതു മുതൽ ദ്രുതഗതിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. കൃത്യമായി സാങ്കേതിക സമിതി യോഗങ്ങൾ ചേർന്നാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയകൾ നടത്തുന്നത്. പുതിയ ഉപകരണങ്ങൾ ഇംപ്ലാന്റ് ചെയ്യുന്നതിനായി സമർപ്പിക്കപ്പെട്ട 84 അപേക്ഷകളിൽ 25 ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കി. ആശുപത്രികൾക്ക് തുക കൈമാറിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മകരവിളക്കിനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ ശബരിമല സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പന്തളത്ത് നിന്നും പുറപ്പെടും. ഈ മാസം 15-നാണ് മകരവിളക്ക്. മകരജ്യോതി ദർശനത്തിന് 4 ലക്ഷത്തോളം പേർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
സന്നിധാനത്ത് മകരവിളക്കിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് 1-ന് പന്തളത്തു നിന്നും പുറപ്പെടും. പന്തളം രാജകുടുംബാംഗത്തിന്റെ മരണത്തെ തുടർന്ന് പന്തളം കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും നടത്തേണ്ട ആചാരപരമായ ചടങ്ങുകൾ ഉണ്ടാവില്ല. പരമ്പരാഗത പാതയിലൂടെ മകരവിളക്ക് ദിനമായ 15-ന് വൈകിട്ട് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. ശബരിമലയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ദർശനത്തിന് എത്തുന്നവരിൽ ഏറിയ പങ്കും മകരവിളക്ക് കഴിഞ്ഞ് മലയിറങ്ങും. തീർത്ഥാടകർ വ്യൂ പോയിന്റുകളിൽ പർണശാലകൾ കെട്ടിത്തുടങ്ങി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ എരുമേലിയിൽ പേട്ട കെട്ടി. ഉച്ചയോടെ പേട്ട ശാസ്ത ക്ഷേത്രത്തിൽ നിന്ന് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചു. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നയനാർ മസ്ജിദിൽ ജമാഅത്ത് പ്രതിനിധികൾ സ്വീകരിച്ചു. 3 മണിയോടെ ആലങ്ങാട് സംഘവും യോഗം പെരിയോൻ എ കെ വിജയകുമാറിന്റെ നേതൃത്വത്തിൽ പേട്ട ശാസ്ത ക്ഷേത്രത്തിൽ നിന്ന് പേട്ടതുള്ളിയിറങ്ങി. മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നാളെ ശബരിമല സന്ദർശിക്കും. രാവിലെ 9ഓടെ നിലയ്ക്കലിൽ എത്തുന്ന അദ്ദേഹം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മാസം 17-ന് രാവിലെ 6 മുതൽ 9 വരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല. നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ രാവിലെ 6-ന് മുമ്പോ 9-ന് ശേഷമോ നടത്തേണ്ടിവരും. പോലീസ് ഇത് സംബന്ധിച്ച് വിവാഹ പാർട്ടിക്കാർക്ക് നിർദ്ദേശം നൽകി. നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നത് സംബന്ധിച്ച ബോധവൽക്കരണത്തിനായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. നിർഭയ സെൽ സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ശ്രീല മേനോൻ വിഷയത്തെക്കുറിച്ച് ക്ലാസെടുത്തു. ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന പെരുമാറ്റ രീതികളെക്കുറിച്ചും ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ലാസിൽ വിശദീകരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. കെ റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രകടനം തടഞ്ഞിരുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ഇന്ന് ഖത്തറിൽ തുടക്കമാവും. ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഖത്തർ ലബനോനെ നേരിടും. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ ഓസ്ട്രേലിയയുമായി നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 847 പോയിന്റ് ഉയർന്ന് 72,568-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 247 പോയിന്റ് ഉയർന്ന് 21,895-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 10 രൂപ കൂടി 5,770 രൂപയും പവന് 80 രൂപ വർദ്ധിച്ച് 46,160 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളാണ് ഇന്ത്യയുടെ ശക്തിയെന്നും യുവശക്തി രാജ്യത്തെ സമസ്ത മേഖലകളെയും വികസനത്തിലേക്ക് നയിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമായ അടൽ സേതുവിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി മുംബൈയിൽ നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര നാളെ പന്തളത്തു നിന്നും പുറപ്പെടും. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മാനദണ്ഡമാക്കിയായിരിക്കും അടുത്ത വർഷം മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് അനുവദിക്കുകയെന്ന് മന്ത്രി എം പി രാജേഷ്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ഇന്ന് ഖത്തറിൽ തുടക്കം. ആദ്യ മത്സരം ഖത്തറും ലബനോനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.